NDA മുന്നണി ഉപേക്ഷിച്ച് സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവറിനൊപ്പം കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു NDA ഉപേക്ഷിക്കുന്നു എന്ന പ്രഖ്യാപനം സജി മഞ്ഞക്കടമ്പിൽ നടത്തിയത്. NDAയിൽ ചേർന്ന 1 വർഷം കഴിഞ്ഞിട്ടും ഒരു NDA യോഗത്തിൽ പോലും പങ്കെടുപ്പിച്ചിട്ടില്ല. തങ്ങളുടെ പ്രാതിനിധ്യം പാർട്ടിയിൽ വർദ്ധിക്കുന്നു എന്ന ആശങ്ക NDAയിലെ ചിലർക്കുണ്ടായി. ഇത് അർഹമായ പരിഗണന ലഭിക്കാതെ പോകുന്നതിനിടയാക്കി. മുന്നണിയിൽ ഉൾപ്പെടുത്തിയതായി കാട്ടി ഒരു കത്ത് പോലും ഔദ്യോഗികമായി നൽകിയില്ല എന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഇങ്ങോട്ട് നമ്മളെ സമീപിച്ചു വന്ന ആളുകളെല്ലാം ചേർത്താണ് ഞാൻ കമ്മിറ്റി രൂപീകരിച്ചത്. എല്ലാ ജില്ലയിലും നല്ല കമ്മിറ്റികൾ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളുമാണ് ഇവിടെ ഇരിക്കുന്നത്. മുഴുവൻ പേരും ഇത് യോഗത്തിൻ്റെ 2 ജില്ലാ പ്രസിഡന്റുമാർ അസൗകര്യം കൊണ്ട് വന്നില്ല പറഞ്ഞിട്ട് എല്ലാവരും പങ്കെടുത്ത് അല്ലെങ്കിൽ വളരെ ഏകണ്ഠമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ഇനി ഞാനവിടെ UDF ഇട്ടത് UDFിലെ കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലല്ല എന്ന് എല്ലാവർക്കും അറിയാം. UDFിലെ ഒരു കക്ഷിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലായിരുന്നില്ല. പക്ഷെ ഒരു UDF ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ മാനസികമായ ബുദ്ധിമുട്ട് വളരെയേറെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ പ്രതികരിച്ചു. റബ്ബർ, വന്യജീവി ആക്രമണം, തെരുവുനായ ആക്രമണം തുടങ്ങിയ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉയർത്തിയ പല വിഷയങ്ങളും NDA കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്ക് കൊണ്ടുവരുന്നതിലും ശ്രദ്ധ ചെലുത്തിയില്ലെന്നും ആരോപിച്ചു. വന്യജീവി ആക്രമണം, റബ്ബർ വിലയിടിവ്, മദ്യം, മയക്കുമരുന്ന് വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ഇതിനായി സജി മഞ്ഞക്കടമ്പിലുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് PV അൻവറും പറഞ്ഞു. നമ്മുടെ മക്കളെ ഒന്ന് നാളെ വിദ്യാലയത്തിലേക്ക് അങ്ങാടികളിലേക്ക് പറഞ്ഞയക്കാൻ കഴിയാത്ത വിധമുള്ള ദുസ്സാഹസത ഉണ്ടാക്കിയിരിക്കുകയാണ്. പോലീസും ഗവൺമെന്റും ഒളിച്ചു കളിക്കുകയാണ്. എനിക്ക് പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകരോട്, നിങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന ഈ 5 പേർ കടം കയറി ആത്മഹത്യ ചെയ്ത പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പല കുടുംബങ്ങളും 3 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ എങ്ങനെയൊക്കെയാണ് 2 മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യക്കും മക്കൾക്കും വിഷം കൊടുത്ത് ഭർത്താവ് അവസാനം തൂങ്ങിച്ചാവും അല്ലെങ്കിൽ വിഷം കഴിച്ച് ചാവും. ആരാണോ മറ്റുള്ളവരെ ഈ പ്രയാസത്തെ പോലീസിൽ പറയുന്നതിലുള്ളത്? പരിപൂർണമായിട്ടും ഒരു മയക്കുമരുന്നിന് സ്വയംബോധം എന്ന് പറയുന്ന ഒരു അംശമില്ലാത്ത, താൻ ചെയ്യുന്നതെല്ലാം സന്തോഷപ്രദമാക്കി തോന്നുന്ന ഒരു വ്യക്തിക്കല്ലാതെ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ 5 പേരെ കൊല്ലാൻ കഴിയും. അവിടെ പോലീസ് ഒത്തുകളിക്കുക. ഏപ്രിലിൽ കോട്ടയത്ത് തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി ചേരുന്ന ലയന സമ്മേളനം നടക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.